ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോടുകൂടെ കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ആമീൻ. ഹബീബായി പറക്കുമോ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴടച്ച് സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷവും നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനോ
യവനെന്നില്ല, ദാസനും സ്വാതന്ത്ര്യമെന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രയും. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അവകാശി സർവത്തിനോ യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത്തുള്ളവനല്ല. പിതാവെ നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്ക് ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെടേണ്ടത്രയെന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠകം കീഴെ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രയും, പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശിയാകുന്നു. ആഹായി പാർക്കുന്നു. മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെയ്തെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ ശിമിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗനായ വിശുദ്ധമായ ശ്രീഹായ പുതിയ രക്ഷാ സുവിശേഷത്തിൽ ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവിന്റെ സുതാവുമായ യേശുമിശിഹാരാധനകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. ഹെറോദേസ് രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്ന് ഉപേക്ഷന്മാർ യെരൂശലേമിൽ വന്നു. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനെവിടെ? ഞങ്ങൾ കിഴക്കാവിന്റെ നക്ഷത്രം കണ്ടോ അവനെ വന്ദിക്കുവാൻ വന്നിരിക്കുന്നു എന്നാ പറഞ്ഞു. ഇത് കേട്ട നേരം ഹെറോദേസ് രാജാവും യെരൂശലേമൊക്കെയും പരിഭ്രമിച്ചു. അവൻ പ്രധാനാചാര്യന്മാരെയും ജനങ്ങളുടെ ഇടയിലെ വേദപണ്ഡിതന്മാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി അവനോട് മശിഹ ജനിക്കുന്നതോ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു. അവർ യഹൂദിയായ ബേത്ലഹേമിലെന്നാ പറഞ്ഞു. യഹൂദിയയിലെ ബേത്ലഹേമേ, എന്റെ ജനമായ ഇസ്രായേലിനെ പരിപാലിക്കുവാനുള്ള രാജാവ് നിന്നിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ട് നീ യഹൂദിയയിലെ പട്ടണങ്ങളിൽ ഒട്ടും കുറഞ്ഞതല്ലെന്ന് പ്രവാചകൻ
എഴുതിയിരിക്കുന്നുവല്ലോ എന്നും പറഞ്ഞു. അനന്തരം ഹെറോദേസ് യുദ്ധാന്മാരെ രഹസ്യമായിട്ടാ വിളിച്ച് അവർക്ക് നക്ഷത്രം കാണാൻ കേട്ട സമയം ഏതെന്ന് ചോദിച്ചറിഞ്ഞു. നിങ്ങൾ പോയി ശിശുവിനെ കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തിയാൽ വന്നോ എന്നെ അറിയിക്കുകയും എനിക്കും ചെന്ന അവരെ വന്ദിക്കണം എന്ന് പറഞ്ഞു. അവനവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. രാജാവിൽ നിന്ന് ഇത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുമ്പോളും അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അവർ നക്ഷത്രം കണ്ടതിനാൽ ഏറ്റവും സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച ശിശുവിനെ അവന്റെ അമ്മയായ മറിയോട് കൂടെ കണ്ടു. അവർ വീണ അവനെ വന്ദിക്കുകയും തങ്ങളുടെ നിശ്ചയപാത്രങ്ങൾ തുറന്നു സ്വർണവും കുന്തിരിക്കവും മൂലം കാഴ്ചയായിട്ട് വയ്ക്കുകയും ചെയ്തു. ഹെറോദോസിന്റെ അടുക്കിലേക്ക് തിരികെ പോകരുതെന്ന് അവർക്ക് ആ സ്വപ്നത്തിൽ അറവപ്പാടുണ്ടായതിനാൽ വേറെ വഴിയായി സ്വന്തം ദേശത്തേക്ക് അവർ പോകുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. 270 പേജിലേക്ക് ഇത് കർത്താവുര ചെയ്ദേവം ഞാൻ വാനിൽ നിന്നും ലോകപുലർച്ചയ്ക്കാഗതമാം ജീവപ്രദമാം ജനഗണയച്ചു ജഡഹീനം വാചനം കർഷകനെ കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാർത്ഥവും വാഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാനേരവും ഇടവിടാതെ വരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസദേക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹ്റോനും ശമൂവേലിനും തന്റെ ദൃഷ്ടാന്തം സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി ഏറ്റുപറയപ്പെട്ട ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകതയുമായ കർത്താവിന് സ്തുതി. തനിക്ക് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽ ഹുന്യമോസോ ദഹായായി ലൊൽമീ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പരിഹാരം നൽകുന്നവനും
നീതിമാനാകുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചാ നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർണമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സർജനത്തിന്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദയവ് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും പനിമഞ്ഞ തെളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റി കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഹോശോ ഞങ്ങളെ സൃഷ്ടിച്ച ഈ ആയുസ്സിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് നിയോഗിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുവുള്ളം തോന്നണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങളാൽ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അർച്ചനയ്ക്കും വേണ്ടി ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്റെ മേൽ പരിമളവാസനയായി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, നീതിമാനായ ഹാവേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ പല വഴിപാടുകളും മോശയുടെയും അഹറോന്റെയും ആചാരത ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാന യാഗങ്ങളും നീ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷകളെയും നീ സ്വീകരിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാര്യ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാവകരങ്ങളായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ നീ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ഈ ബലി നിനക്കണയ്ക്കുവാനും ന്യായതിയുടെ ദിവസത്തിൽ നിന്റെ മശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭരണാധികാരികളോടുകൂടെ നിന്നിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങളും യോഗ്യരായി തീരണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും
ആരാധനയും യോഗ്യമാകുന്നു. ഹോശോ വബുക്കുലസ്ബാൻ ലവൽമീ. ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സമയമീ
I
ഭയങ്കരവും ഈ സമയം പ്രാർത്ഥനയ്ക്ക് തക്കതുമാകുന്നു. ഭയത്തോടും നിന്നോട് പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേൽഭരിക്കുന്ന
അറിയാം സംശയങ്ങളാണ് എല്ലായ്പ്പോഴും സംഘത്തിലുമായ
ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ മുമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന തോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. Amen.
ആയിരങ്ങളും 10,000 10,000 നിന്നെ പുകഴ്ത്തുന്നു. സകല ദേവാസനയായി നിന്നെ പ്രാർത്ഥിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷകളെ ഒഴിവാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനുമൊത്തവനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്ന നിന്റെ മുഖായിരിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. നിന്റെ അനുഗ്രഹം നൽകി ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹിയുടെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ വിശ്വാസംബരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിൽക്കും നിന്റെ ഏകജാതനും സർവത്തിനും പരിശുദ്ധനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്ന നിന്റെ മുഖായിരിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവവും അനാദ്യന്തവും അന്യവും സാരാംശത്തിലുമായിരിക്കുന്നതുമായ പരിശുദ്ധ തത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ജീവനും വിശുദ്ധിയുമുള്ള
സദാകാലങ്ങളായി നമ്മോടുകൂടെ കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സമയമിതല്ലോ നിബിയന്മാരെ
പരിശുദ്ധന്മാരെ നിങ്ങൾ ഏറെ സ്നേഹവാത്സല്യമുള്ളവരെ, ലോകം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ അതിവിശുദ്ധ ഓർമ്മയെ ആഘോഷിക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് ഈ രാത്രി കർത്താവിന്റെ ജനനത്തെ പ്രത്യേകമായിട്ട് എടുത്ത് വർണ്ണിക്കുന്ന രാത്രിയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ച് അതിനനുസരണമായിട്ടുള്ള ആരാധനാ ക്രമങ്ങൾ ക്രമീകരിക്കുകയും അതിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നാഴിക കൂടിയാണ്. 2 യാത്രകൾ സാധാരണ ഗതിയിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുന്നു. ഒരു യാത്ര ദൈവത്തെ തേടിയുള്ള മനുഷ്യന്റെ യാത്രയാണ്. അത് അനാദിക പ്രപഞ്ചത്തിന്റെ അനുഭവത്തിൽ ഇന്നയോളം നടക്കുന്ന ഒരു യാത്ര, അങ്ങനെയുള്ള യാത്ര. അനേകം വിശുദ്ധരായ ആളുകൾ, പണ്ഡിതരായ ആളുകൾ, സന്യാസിമാരായ ആളുകൾ, ഇവരൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ദൈവത്തെ തേടി യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഇതൊരു യാത്രയാണ്, ദൈവത്തെ തേടിയുള്ള മനുഷ്യന്റെ യാത്ര. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ടായ യാത്രയാണ് മനുഷ്യനെ തേടിയുള്ള ദൈവത്തിന്റെ യാത്ര എന്നത്. മനുഷ്യനെ തേടി ദൈവം യാത്ര ചെയ്തതോ യഥാർത്ഥത്തിൽ ഉറക്കെ പറയുന്ന ഒരു ദൈവശാസ്ത്രം ഉണ്ടെങ്കിൽ അത് ക്രിസ്തീയ ദൈവശാസ്ത്രം ആണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്താണോ യഥാർത്ഥത്തിൽ ബെത്ലഹേമിൽ നടന്നത്? വചനത്തിന്റെ ജനധാരണ കൊണ്ട് യഥാർത്ഥത്തിൽ നടന്നതോ എന്താണ്? അനന്തമായ മനുഷ്യ സ്നേഹത്തിന്റെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ തന്റെ ഏകജാതനെ നൽകുവാനത്തോളം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അനന്തമായ സ്നേഹത്തിന്റെ യഥാർത്ഥത്തിൽ സൃഷ്ടാവായ ദൈവത്തിന് ഈ സൃഷ്ടിയോട് സ്നേഹമായിരുന്നില്ല. ഞാൻ പറയും, സ്നേഹത്തെക്കാൾ കൂടുതൽ സൃഷ്ടിയോടുള്ള ദൈവത്തിന്റെ പ്രണയത്തിന്റെ യാത്രയായിരുന്നു അത്. മനുഷ്യനെ തേടിയുള്ള ദൈവത്തിന്റെ പ്രണയ യാത്ര. ആ യാത്രയുടെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നാം കാണുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹാ തന്നെ എഴുതിയിരിക്കുന്നത്, സകല ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം വന്നുകൊണ്ടേ ഇരുന്നു. കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് വന്നു എന്നല്ല, വന്നുകൊണ്ടേ ഇരുന്നു. ആ പ്രകാശമാണ് അത്യുന്നതന്റെ തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടത്. ആ തേജസ്സാണ് ശരീരം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർത്തത്. എന്നാൽ ലോകമോ അവനെ അറിഞ്ഞില്ല. ഇതാണ് ആ യാത്രയുടെ പ്രത്യേകത. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ദൈവത്തിന്റെ വെളിച്ചമാകുന്ന ദൈവത്തിന്റെ ഏകജാതൻ മനുഷ്യനെ തേടി യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയുടെ ഒടുവിൽ ആ വെളിച്ചം യഥാർത്ഥത്തിൽ ബേത്ലഹേമിൽ ജാതം ചെയ്യുകയായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പ്രവാചകന്മാർ എഴുതിയത്, അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധകാരം യശയാദീർദർശനം പ്രവചനം എഴുതിയാണ്, അന്ധതയിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. എന്താണ് ആ വെളിച്ചം? ആ വെളിച്ചം ഈ ഇലക്ട്രിക് ബൾബുകൾ നൽകുന്ന പ്രകാശം അല്ല. പ്രകാശവും വെളിച്ചവും രണ്ടും രണ്ടാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ധാരണ വെളിച്ചവും പ്രകാശവും രണ്ട് സിനോണിംസ് ആണ്, അങ്ങനെയുള്ള വേർഡ്സ് ആണെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. വെളിച്ചവും പ്രകാശവും രണ്ടും രണ്ടാണെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായം വായിച്ചാൽ 1-ാം ദിവസം നടന്ന സൃഷ്ടിയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യം
എന്താണ്? വെളിച്ചമാണ്. വെളിച്ചം ഉണ്ടാകട്ടെ. ലൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു നല്ല ട്രാൻസ്ലേഷൻ അല്ലേ? യഥാർത്ഥത്തിൽ വെളിച്ചം എന്നുള്ള ഇക്വലന്റായ ഒരു ഇംഗ്ലീഷ് വാക്ക് കണ്ടെത്താനാണ് ഒക്കെ. സംസ്കൃതത്തിലാണെങ്കിൽ ജ്യോതി എന്നൊരു വാക്ക് ഏതാണ്ട് അതിനോട് അടുത്ത് വരുന്നതാണ്. ഏതായിരുന്നാലും സൃഷ്ടിയുടെ ആദ്യ നാളിൽ നടന്നതാണ് വെളിച്ചത്തെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞു, വെളിച്ചം ഉണ്ടായി. 2-ാം ദിവസവും 3-ാം ദിവസവും കഴിഞ്ഞു. 4-ാം ദിവസത്തെ സൃഷ്ടിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പകൽ പ്രകാശിക്കേണ്ടതിന് സൂര്യനെയും രാത്രി പ്രകാശിക്കേണ്ടതിന് ചന്ദ്രനെയും സൃഷ്ടിച്ചു. സന്ധ്യയായി ഉഷസ്സായി 4-ാം ദിനം. അങ്ങനെയാണെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ആകാശത്തിൽ കാണുന്ന പ്രകാശഗോളങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനിച്ചത് അല്ലെങ്കിൽ ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് 4-ാം ദിനത്തിലാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പകൽ പ്രകാശിക്കേണ്ടതിന് സൂര്യൻ, രാത്രി പ്രകാശിക്കേണ്ടതിന് ചന്ദ്രൻ, വെളിച്ചം സന്ധ്യയായി ഉഷസ്സായി 4-ാം ദിനം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉദിക്കുന്നതിന് മുമ്പ് തന്നെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് 3 ദിനങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ വെളിച്ചം ഉണ്ടായിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് നാം കൽപ്പിച്ചു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിനം. അപ്പോൾ വെളിച്ചവും പ്രകാശവും രണ്ടും രണ്ടാണെന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. വെളിച്ചം പറന്നത് സർവശക്തനായ ദൈവത്തിന്റെ അന്തരംഗത്തിൽ നിന്നാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് നാം പറഞ്ഞു, വെളിച്ചം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ വെളിച്ചം യഥാർത്ഥത്തിൽ എന്താണ്? സർവശക്തന്റെ അന്തരംഗത്തിൽ മറഞ്ഞിരുന്ന വചനം. ആ വചനത്തിന്റെ നിദർശനമാണ് the reflection of the eternal thought of God. That is the light. അതാണ് വെളിച്ചം. ആ വെളിച്ചമാണ് യഥാർത്ഥത്തിൽ 1-ാമത്തെ ദിവസത്തിൽ ദൈവം സൃഷ്ടിച്ചത്. ചുരുക്കത്തിൽ വെളിച്ചം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് ഉദിക്കുന്നതെന്തോ അത് വെളിച്ചം. പ്രകാശം എന്താണ്? സൂര്യനോ നക്ഷത്രങ്ങളോ ചന്ദ്രനോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബുകളോ അല്ലെങ്കിൽ മെഴുകുതിരികളോ എണ്ണത്തിരികളോ അല്ലെങ്കിൽ ബാഹ്യ സ്രോതസ്സിൽ നിന്ന് ജനിക്കുന്നതെന്തോ അത് പ്രകാശം. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഓർത്തിരിക്കുക, വെളിച്ചവും പ്രകാശവും രണ്ടും രണ്ടാണ്. ഈ കാലഘട്ടത്തിന്റെ ദോഷം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എന്റെ എളിയ ചിന്ത, ഇന്ന് വല്ലാതെ പ്രകാശത്തിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ വെളിച്ചം തീരെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. A light too bright. വല്ലാതെ പ്രകാശിക്കുന്ന ഒരു ലൈറ്റ്, അതാണ് ഈ ലോകം. 21-ാം നൂറ്റാണ്ട് വല്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. പക്ഷേ ഇവിടെ വെളിച്ചമില്ലാതായിരിക്കുകയാണ്. പ്രകാശിക്കാനായിട്ട് സൂര്യനും ചന്ദ്രനും തന്നെയല്ല, ആയിരക്കണക്കിന് വോൾട്ടേജുള്ള ബൾബുകളുമൊക്കെ നമുക്കുണ്ട്. എന്നാൽ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ സർവശക്തന്റെ അന്തരംഗത്തോട്, സർവശക്തന്റെ ഹൃദയത്തോട്, ദൈവത്തിന്റെ മാർഗത്തോട് യോഹന്നാനെ പോലെ ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ യോഹന്നാൻ അന്ന് ചേർന്നിരുന്നതുകൊണ്ടാണ് മറ്റാർക്കും കിട്ടാത്തൊരു വലിയ രഹസ്യം യോഹന്നാന് മനസ്സിലായത്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഇത് വേറെ ആരും എഴുതിയില്ല, വേറെ ഒരു സുവിശേഷകനും എഴുതിയില്ല, യോഹന്നാൻ മാത്രം എഴുതി. എന്തുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്? അന്ത്യ അത്താഴ സമയത്ത് യോഹന്നാന്റെ ഗുരുവിന്റെ മാർഗത്തോട് ചേർന്നപ്പോൾ ആ മാർഗത്തിൽ നിന്ന് ഈ മന്ത്രധ്വനി ഉയരുന്നത് അദ്ദേഹം കേട്ടു എന്നാണ്. ചുരുക്കത്തിൽ വെളിച്ചത്തെയാണ് പ്രണയിക്കേണ്ടത്, പ്രകാശത്തെയല്ല. ഒരുപാട് പ്രകാശിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, നട്ടുച്ച നേരത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനെ കാണുവാനായിട്ട് നമുക്കാർക്കും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ ഈ കണ്ണുകൾ തന്നെ, ദൃഷ്ടി തന്നെ ഇല്ലാതെയാണ്. അതാണ് ഇന്നത്തെ ലോകം. വല്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ, സാങ്കേതിക, സയൻസ്, ടെക്നോളജി, പിന്നെ എന്തെല്ലാം കൊണ്ട് വല്ലാതെ പ്രകാശിക്കുകയാണ്. പക്ഷെ എന്താണ് പ്രശ്നം? വല്ലാതെ പ്രകാശിക്കുന്ന ലോകത്ത് വെളിച്ചം കുറവാണ്. വെളിച്ചം കിട്ടണമെങ്കിൽ വെളിച്ചത്തിന്റെ ഉറവയായ
സർവശക്തന്റെ മാർഗത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. പ്രകാശം കണ്ടു എന്നല്ലേ, വലിയ വെളിച്ചം കണ്ടു. ആ വെളിച്ചമാണ് ബേത്ലഹേമിൽ ഈ കാര്യത്തിൽ കിടക്കുന്ന ഈ ശിശു. ഈ ശിശു എന്താണ്? ഈ ശിശു വെളിച്ചം ജഡം ധരിച്ചതാണ്. വെളിച്ചം തന്നെയാണ് വചനവും. അതുകൊണ്ടാണ് നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും ഊടുവഴികൾക്ക് വെളിച്ചവുമാകുന്നു ദാവീദ് പറഞ്ഞത്. ദൈവത്തിന്റെ വചനത്തിന്റെ വേറൊരു പേരാണ് യഥാർത്ഥത്തിൽ വെളിച്ചം എന്നുള്ളത്. ആയതിനാൽ വെളിച്ചം ജഡം ധരിച്ചതാണ് സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്തുമസ് എന്നല്ല 1000 സംവത്സരങ്ങൾ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കിടയായാലും വെളിച്ചത്തിന്റെ ഉറവയായ കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയം വെക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് അവന്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന മന്ത്രധ്വനികളെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വെളിച്ചം അന്തരംഗത്തിൽ വെളിച്ചമില്ലാത്തവരായിത്തീരും. പ്രകാശം കൂടിയ അപകടമാണോ? പ്രകാശം കാഴ്ചയെ മറച്ചു കളയും. അതാണ് ഇന്നത്തെ ലോകം. ആയതിനാൽ പ്രകാശത്തെക്കാൾ കൂടുതൽ വെളിച്ചത്തെ സ്നേഹിക്കുവാനായി ആഹ്വാനം ചെയ്യുന്ന വെളിച്ചത്തിന്റെ ഉത്സവമാണ് സെലിബ്രേഷൻ ഓഫ് ഇലുമിനേഷൻ. കുറെ കുറിച്ചിരുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ്. ഓർക്കുക, ആ വെളിച്ചമാണ് ബേത്ലഹേമിൽ ജനിച്ചത്. എന്നാൽ ഈ വെളിച്ചത്തിന്റെ ആഘോഷം നടന്നത് എവിടെയാണെന്ന് അറിയുന്നു? അത് കാൽവരിയിലെ കുരിശിലായിരുന്നു. കാൽവരിയിലെ കുരിശിലാണ് യഥാർത്ഥത്തിൽ വെളിച്ചത്തിന്റെ ആഘോഷം നടന്നത്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, 6-ാം മണി മുതൽ 9-ാം മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. നമ്മളൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ഏകജാതൻ കാൽവരി കുരിശിൽ കിടക്കുന്നത് കണ്ടപ്പോൾ സൂര്യൻ തന്റെ കിരണങ്ങളെ പിൻവലിച്ച് സൂര്യന് സഹിച്ചിരുന്നു. അതൊന്നും അല്ലേ യാഥാർത്ഥ്യം? സൂര്യൻ പോലും ശോഭയില്ലാത്തതായി കാൽവരിയിൽ ആരാണ് കിടക്കുന്നത്? ഈ കാൽവരിയിൽ കിടക്കുന്നത് വെളിച്ചമാണ്. വെളിച്ചത്തിന്റെ പൂർണ്ണതയാണ് ആ കാൽവരിയിൽ കിടക്കുന്നത്. ആ മഹാവെളിച്ചത്തിന്റെ സന്നിധിയിൽ സൂര്യനൊന്നുമല്ലാതെയായി വലിയ വിളക്ക് പ്രകാശിച്ചു നിൽക്കുന്ന സമയത്ത് ബെന്യാമീനിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ കാൽവരിയിലെ കുരിശിൽ വെളിച്ചമാവുന്നവൻ ആഘോഷിക്കപ്പെടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സൂര്യൻ കിരണങ്ങളെ പിൻവലിക്കുകയായിരുന്നില്ല. സൂര്യന്റെ ശോഭ യഥാർത്ഥത്തിൽ അസ്തമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ എന്തോ പെരുന്നാളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ദീപാവലി ശുശ്രൂഷയ്ക്ക് ശേഷം ഇവിടെ വന്ന് കുരിശ് ആഘോഷിച്ചു. പരിഹസിതരായ എന്നോട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്, തിരുവേദി എന്തിനാണ് ഈ എന്തോ ശുശ്രൂഷയിൽ ക്രിസ്തുമസിന് സ്ലീമാഘോഷം നടത്തുന്നത്? ഈ സ്ലീമാഘോഷം കുരിശിന്റെ ആഘോഷമല്ലേ? അത് കാലങ്ങളിൽ നടന്നതല്ലേ? അത് യഥാർത്ഥത്തിൽ മുട്ടുവെള്ളിയാഴ്ച ചെയ്യേണ്ടതല്ലേ എന്നുള്ളത് അതല്ല നമ്മുടെ ദൈവശാസ്ത്രം. നമ്മുടെ ദൈവശാസ്ത്രം എന്താണ്? വെളിച്ചം ജഡം ധരിച്ചു. അതാണ് കർത്താവിന്റെ ജനന മുമ്പിൽ അതിന്റെ culmination of the incarnation of Christ. That is the highest celebration the world ever seen. That was on the cross of Calvary. കാൽവരിയിലെ ക്രൂശിൽ നടന്നതാണ് ലോകം ഇന്നയോളം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ സെലിബ്രേഷൻ. അത് വെളിച്ചത്തിന്റെ സെലിബ്രേഷൻ. അതുകൊണ്ടാണ് ദീപാവലി ശുശ്രൂഷ കഴിഞ്ഞ് അന്ധകാരത്തിൽ നിന്ന് ജനത്തിന്റെ പ്രതീകമായിട്ട് ആ വെളിച്ചത്തെ നാം കണ്ടു കഴിഞ്ഞ് ഇവിടെ വന്ന കുരിശിനെ എടുത്ത് ആഘോഷിക്കുവാനായിട്ട് നാം തയ്യാറായി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പ്രകാശത്തെക്കാൾ കൂടുതൽ വെളിച്ചത്തെ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത് വെളിച്ചം കൂടെ പങ്കുവയ്ക്കട്ടെ. ആദ്യ ക്രിസ്തുമസ് രാത്രിയിലെ അടയാളം എന്തായിരുന്നു? ഇന്ന് എന്തെല്ലാം അടയാളങ്ങളാണ്? ഒരു രാത്രി ക്രിസ്മസ് കാർഡുകളായിരുന്നു. ഇന്ന് ഈ കാർഡുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നത് നെച്ചിലൂടെ. അല്ലെങ്കിൽ നല്ല നല്ല നക്ഷത്രങ്ങൾ കെട്ടിട്ടുള്ള തൂക്കി ക്രിസ്തുമസിന്റെ വരവിനെ ആഘോഷിക്കാറുണ്ട്. അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ, അല്ലെങ്കിൽ ക്രിസ്മസ് ഗിഫ്റ്റ്, അല്ലെങ്കിൽ എന്തെല്ലാം അടയാളങ്ങൾ നമുക്കുണ്ട്. പക്ഷേ വാട്ട് ഈസ് ദ റിയൽ സിംബൽ ഓഫ് ക്രിസ്മസ്? യഥാർത്ഥത്തിൽ ക്രിസ്തുമസിന്റെ അടയാളം എന്താണ്? ആദ്യ ക്രിസ്തുമസ് രാത്രിയിലെ അടയാളം എന്തായിരുന്നുവെന്ന് ഇന്ന് വായിച്ച എവൻഗേലിയോനിൽ വിശുദ്ധ ലൂക്കോസും മത്തായിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്. ആട്ടിടയോടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അടയാളമോ
പാട്ടുപാടുന്ന സ്വർഗസേനകളെ കാണുന്നു, ഗായകത്വത്തെ കാണുന്നു എന്ന് എഴുതിയിട്ട് നിങ്ങൾക്കടയാളമോ കീർത്തിശീലകളായിട്ടുള്ള ഒരു ശിശു. എവിടുന്ന് കിട്ടിയ ഈ കീർത്തിശീല? ഞാൻ ഇനി ഇമാജിൻ ചെയ്തിട്ടുണ്ട്, എവിടുന്ന് ഈ കീർത്തിശീല കിട്ടിയത്? നോക്കിക്കേ, യഥാർത്ഥത്തിൽ ഈ മറിയയ്ക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അവളെ പ്രസവിക്കേണ്ട കാര്യമായി എന്നുള്ളത്. ഏതായിരുന്നാലും ഇങ്ങനെ യാത്ര ചെയ്തു, നസറേത്തിൽ നിന്ന് ബെത്ലഹേമിലെത്തി, പ്രസവകാലം അടുത്തു, പല സ്ഥലങ്ങളിലും ഇടം തേടി, വാതിലുകൾ അദ്ദേഹം മുട്ടുനോക്കി, ആരും തുറന്നു കൊടുത്തില്ല. ഒടുവിലാണ് ഒരു കൽഗുഹയിൽ ആ കുഞ്ഞ് പ്രസവിക്കുവാനായിട്ടുള്ള അവസരം കിട്ടിയത്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഏതമ്മയ്ക്കാണ് ശ്രമിക്കുന്നത് ഒരു ചോരക്കുഞ്ഞ് ജനിച്ചു വീണിട്ട് അത് പുകയ്ക്കുവാനായിട്ട് ഒരു ലക്ഷണം തുണിയില്ല. നമ്മൾ ഇന്നത്ര മാസങ്ങൾക്ക് മുമ്പേ എന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ? പക്ഷെ ഈ പൈതലിന് വേണ്ടി പൊതിയുവാൻ, ആ തണുപ്പുള്ള രാത്രിയിൽ അകർത്തുവാനായിട്ട് അവരുടെ പുറകിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, മറിയ എന്ത് ചെയ്തതാണ്? ഞാൻ വിശ്വസിക്കുന്നത് മറിയ അവരുടെ വസ്ത്രത്തെ പോലെ കീറിയെടുത്തു. അതുകൊണ്ടാണ് സുറിയാനി മൂലത്തിൽ, ഗ്രീക്ക് മൂലത്തിലോ അല്ലെങ്കിൽ ലാറ്റിൻ മൂലത്തിലോ കാണുന്നില്ല. സുറിയാനി മൂലത്തിൽ 2-ാം നൂറ്റാണ്ടിലാണ് സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിനുശേഷമാണ് മറ്റു ഭാഷയിലേക്ക് വരുന്നത്. അതിന് കീർത്തിശീല എന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. വെറും തുണിയിൽ കടന്തുണിയെ പ്രിയപ്പെട്ടതല്ല, കീർത്തിശീല. എവിടെ നിന്ന് കിട്ടി ഈ കീർത്തിശീല? മറിയ താൻ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ, താൻ പുകച്ചിരുന്ന ആ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയെടുത്ത് ആ കീർത്തിശീലകൾ കൊണ്ടാണ് ആ ചോരപ്പയ്യനെ പൊതിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആരാധകർ പറയുകയാണ്, നിങ്ങൾ തടയാണെന്നോ കീർത്തിശീലകളാൽ പൊതിയപ്പെട്ട ഒരു ശിശുവിനെ നിങ്ങൾ കാണും. സ്നേഹമുള്ളവരെ, ഇതാണോ ക്രിസ്തുമസിന്റെ അടയാളം? എവിടെയാണോ കീർത്തിശീലകളാൽ പൊതിയപ്പെട്ട അനുഭവങ്ങൾ കാണുന്നത്? യഥാർത്ഥത്തിൽ ഈ കീർത്തിശീലയിൽ പൊതിയപ്പെട്ട അനുഭവം എന്താണ്? എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ചൈൽഡ്, ആർക്കും വേണ്ട അനാഥത്വം പറഞ്ഞു തീർക്കുന്ന ഒരു പൈതൽ, അങ്ങനെയുള്ള ഒരു ശിശു. ചുരുക്കത്തിൽ നമുക്കായി ജാതം ചെയ്ത ദൈവപുത്രന്റെ സാന്നിധ്യം കാണുന്നത് എവിടെ? ജീവിതത്തിൽ എവിടെയാണോ കീർത്തിശീലങ്ങളുടെ അനുഭവങ്ങളുള്ളത്? രോഗവും നിന്ദയും പരിഹാസവും വേദനയും കഷ്ടതയും സാമ്പത്തിക ക്ലേശവും എന്ന് തുടങ്ങി മനുഷ്യ മനസ്സുകൾ കീറി പറയുന്ന, കീറി മുറിയുന്ന അനേകം അനുഭവങ്ങളില്ലേ? അവിടെയാണ് യേശുവിന്റെ സാന്നിധ്യം. അതുകൊണ്ട് യേശുവിനെ തേടി യഥാർത്ഥത്തിൽ നാം അന്വേഷിക്കേണ്ടവർ സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ എവിടെയാണ് കീർത്തിശീലകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ജീവിത അനുഭവങ്ങളുള്ളത്? കീർത്തിശീലകൾ പോലെ വേദനാജനകമായ വ്യത്യസ്ത അനുഭവങ്ങളുള്ള ആളുകൾ ആരാണ്? അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ ക്രിസ്തുമസത്തിൽ നിങ്ങൾക്ക് വരുവാനായിട്ടുള്ള ദൂത് ഇതാണ്. ഒന്ന്, പ്രകാശത്തെക്കാൾ കൂടുതൽ വെളിച്ചത്തെ സ്നേഹിക്കുക. വെളിച്ചത്തിന്റെ ഉറവ സർവശക്തന്റെ അന്തരംഗമാണ്, സർവശക്തന്റെ വചനമാണ്. ആ വചനമാണ് ബെത്ലഹേമിൽ ജാതം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അന്ധതയുള്ള ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ളത്. ഈ ലോകത്തിന്റെ പ്രകാശം അല്ലാതെ മോഹിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ പ്രകാശത്തിന്റെ തീവ്രതയിൽ ദർശനം, ദൃഷ്ടി, കാഴ്ച നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ കാഴ്ചയില്ലാത്തവരായി തീരാതിരിക്കുന്ന വെളിച്ചത്തിന്റെ ഉറവയായ സർവശക്തനിലേക്ക് നമുക്ക് തിരിയാം. രണ്ടാമതായിട്ട്, എവിടെ ജീവിതത്തിൽ കീർത്തിശീലങ്ങളുടെ അനുഭവങ്ങൾ കാണാൻ സാധിക്കുന്നു? വേദനിക്കുന്ന അനാഥത്വത്തിന്റെ, തിരസ്കരണത്തിന്റെ, രോഗത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ, ഞെരുക്കത്തിന്റെ, മനോഭാരങ്ങളുടെ കീർത്തിശീലകൾ എവിടെ കാണുന്നു? അവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങൾക്കടയാണെന്നോ കീർത്തിശീലകളാൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്തരത്തിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ വെളിച്ചത്തിന്റെ ഇടയവരിലേക്ക് തിരിച്ചു നോക്കുക. അവന്റെ ഹൃദയത്തോടും ആരോടും ചേർത്ത് വയ്ക്കുവാൻ, കീർത്തിശീലകൾ ഉള്ളടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമെന്ന് തിരിച്ചറിയുവാൻ, അവിടെ പൊന്നും നൂലും കുന്തിരത്വവും നിക്ഷേപിക്കുവാൻ, നിങ്ങളുടെ നിക്ഷേപപാത്രങ്ങളെ തുറക്കുവാൻ സർവശക്തൻ ഇടയാക്കട്ടെന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ ചുരുക്കി. ശബ്ദം നീതിയ നിന്യാചാര്യന്മാരും മഹിമേറി ദയവാന്മാരും ഹാലേ ലൂയ ഹാലേ
ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ.
വിലയേറിയ ശരീരത്തിനായി നോക്കി പാർക്കുന്ന നിന്റെ ആരാധന സംഘത്തെ അദൃശ്യമായ നിന്റെ ഭക്തരക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധവും വാഴ്ത്തിരിക്കുന്നവരുടെ മേലും പരിശോധന ചെയ്ത് സംബന്ധിച്ചിട്ടുള്ളവരും സമ്മതിപ്പാടിക്കുന്നവരുമായ എല്ലാവരുടെയും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇത് വന്നേ ചെറിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവിന്റെ വിശുദ്ധ ദിവസങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരവേ. എന്നാലോ നിന്റെ പരിശുദ്ധാത്മ സംസംഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യമുതലുള്ള സ്വരപുണ്യോടും കൂടെ ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും തോനും ജീവനാകുന്നതും സാരാംശത്തിലുമായിരിക്കുന്നതുമായ നിന്റെ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ശേഷം വീടുകളിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സമൃദ്ധമായ വലിയ വിസ്മരണീയമായ ദൈവമേ, ദൈവനോമേ ഞങ്ങൾക്ക് കർമ്മ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്റെ ദൈവത്തെ സകലത്തിലും പരിശുദ്ധനും ജീവൻ നൽകുന്നവരും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്ന നിന്റെ ഊഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ശാശ്വത വചനം ജഡമാവിടെ വസിച്ചാൻ നമ്മിൽ ദൈവിക പദവി നമുക്കേകിട ദൈവം നാരനായി കന്യകയിന്നും മാനവരൂപം
പൂണ്ട സുരേശൻ ആത്മകലാത്താൽ നിജമനുജത്വം ദൈവികമാക്കി മെൽത്തേ ബാലയോ സേവോലോ നേബമാർത്തോ മെൽപാക്കനോശോ വൽമൽഹാറോ കുലബരീസോ ബാലേലോയോ തഹതീസ് നഫ്ശേ മാക്കി കൂസോ ഹായേലോ ഫുല ദസ്താലാബ കാദിശൂസോ ആമീൻ നിർധനയാമ വിദായുടെ ചില്ലി കാശിനു തുല്യമാകാൻ നിന്ദിയ സഭയുടെ സുതരിൽ നിന്നും ഈ തിരുബലിയെ കൈക്കൊള്ളുക. എന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധമാതൃകയാൽ നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും തണ്ണീർക്കുടികളോടും കൂടെ പരിശുദ്ധ തത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദിവസമുള്ള സമീപസ്ഥരും പരിശോധനയുടെ ജീവനവും കർത്താവെ ശിക്ഷയുടെ ചെയ്യുന്നുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടത് ഈ പരിശുദ്ധ തത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പാപങ്ങളെ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും ഭാവിയും ആകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണ കൈക്കൊള്ളപ്പെടുമാറാവട്ടെ. നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.